നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെല്ലാം സംഘികളെ പോലെ തലച്ചോറില്ലാത്ത വെറും ഉണ്ണാക്കന്മാരായി മാറണമെന്നാണ് മോദിയുടെയും കൂട്ടരുടെയും ആഗ്രഹം. അതിനുവേണ്ടി ഏത് കളിയും കളിക്കാൻ അവർ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വിവരം വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. BJP എന്ന് പറയുന്ന 5 പൈസയുടെ വിവരമില്ലാത്ത ക്രിമിനൽ ക്ലാനിൽ ഉള്ളവരെല്ലാം ഇന്ത്യയിലെ യുവാക്കളെ വിവരമില്ലാത്തവരായി വളർത്തി അവരുടെ ഭാവി നശിപ്പിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള BJPയുടെ MPയും മുൻ സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയുമായ ഗോളിമാര താക്കൂർ എന്നറിയപ്പെടുന്ന അനുരാഗ് താക്കൂർ ഒരു നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഏത് നിലയിലേക്കാണ് ഇവരൊക്കെ തരം താഴുന്നതെന്നും എന്താണ് ഇവരുടെ ഉള്ളിലെന്നും വ്യക്തമാകും. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഒരു നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയാണ് അനുരാഗ് താക്കൂർ. വളരെ സ്റ്റാൻഡേർഡുള്ള വിദ്യാലയം എന്ന് കരുതുന്ന നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിക്കും, പ്രത്യേകിച്ചും അത് രാജ്യം ഭരിക്കുന്ന ആളുകളിൽ നിന്ന് ആവുമ്പോൾ. എന്നാൽ മോദിയുടെ കൾട്ടിൽപ്പെട്ട ആളുകളാകുമ്പോൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളുമായി ഇയാൾ സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. സ്പേസിൽ ആദ്യമായി സഞ്ചരിച്ചത് ആരാണ് എന്ന് ഇയാൾ ചോദിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ ഈ നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികളോട്. നീൽ ആംസ്ട്രോങ് എന്ന് ഈ വിദ്യാർത്ഥികൾ മറുപടി പറയുന്നു. അപ്പോൾ അയാൾ ഒരു വികടൻ ചിരിയും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഹനുമാൻജി ആണ് എന്നാണ്. പിന്നീട് അയാൾ തുടരുകയാണ്, हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीमित होकर रह जाएंगे. അതിന് കാരണം നമ്മളെ ഇന്നത്തെ സാഹചര്യം വെച്ചാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യം, സംസ്കാരം, അറിവ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് ആണ് എന്ന് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞത് എന്ന്, ഹനുമാൻ എന്ന് പറയാത്തത് എന്ന്. ഇയാളുടെ കണക്കുള്ള 1000-ലധികം വർഷത്തിലധികമുള്ള പാരമ്പര്യവും സംസ്കാരവും അറിവും ഉണ്ടെങ്കിൽ ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് ആ വിദ്യാർത്ഥികൾ പറയണമായിരുന്നു എന്ന്. और आपके अध्यापकों से इतना ही रहेगा, टेक्स्ट बुक से बाहर निकल के जो हमारे वेद हैं, हमारी परंपराएं हैं, हमारा ज्ञान है, उस दिशा की ओर के अगर हम मिलकर देखें तो शायद बहुत कुछ देखने को मिलेगा. പിന്നീട് അയാൾ തുടരുകയാണ്, അതുകൊണ്ട് ഇവിടുത്തെ പ്രിൻസിപ്പാളിനോടും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പുസ്തകത്തിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ പുരാതന പാരമ്പര്യവും അറിവും സംസ്കാരവും നോക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. എന്താണ് ഇതുപോലെയുള്ള ആളുകളെക്കുറിച്ച് പറയേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏതാണ്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്നവരാണ് എന്ന് വ്യക്തമാണ്. അതായത് 5ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഇടയിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഏറ്റവും കൂടുതൽ വിവേകവും അറിവും ആർജിക്കേണ്ട പ്രായത്തിലുള്ളവർ. അവരോടാണ് അധികാരസ്ഥാനത്തിരിക്കുന്ന ഇയാൾ ഇത്തരം ലോകോത്തര വിഡ്ഢിത്തം വിളമ്പുന്നത്. ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ സയന്റിഫിക് ടെമ്പറിൽ വളരാൻ പ്രേരിപ്പിക്കണം. ശാസ്ത്രീയമായ അറിവുകൾ വ്യക്തമായി പഠിച്ച് സയൻസിനോട്, ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി വിവേചിച്ച് അറിയുന്നവരായി വളരുന്ന ഒരു തലമുറയുള്ള രാജ്യത്തിനെ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മോദിയുടെയും കൂട്ടരുടെയും ആഗ്രഹം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ 1 ഇഞ്ച് പോലും പുരോഗമിക്കരുത്, മറിച്ച് 1000 വർഷം പിന്നോക്കം പോകണം. സംസ്കാരവും അറിവും വിവേകവും ഇല്ലാത്ത
വെറും മന്ദഭക്തരായി മാറണം. ഏതെങ്കിലും വഴിയെ നടക്കുന്ന ഒരാളാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ പിന്നെയും ഓർക്കാമായിരുന്നു. മുൻ സ്പോർട്സ് യുവജനകാര്യമന്ത്രി, നിലവിലുള്ള MP, അതും യുവാവായയാൾ. അങ്ങനെയുള്ളയാൾ വളർന്നു വരുന്ന തലമുറയിൽ വിവേകരാഹിത്യവും മന്ദതയും കുത്തി നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ രാജ്യം ഗതി പിടിക്കുന്നത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ യാതൊരു വിവരവും വിവേകവും കഴിവും അറിവുമില്ലാത്ത വെറും മണഗുണാഞ്ചന്മാർ ആയി മാറണം. എങ്കിലേ ഇവർക്ക് ആളുകൾ വോട്ട് ചെയ്യുകയുള്ളൂ, എങ്കിലേ ഇവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇയാളുടെ സ്വന്തം മകൻ പഠിക്കുന്നത് വിദേശത്താണ്. ഇയാളുടെ മകന് ഇതുപോലെയുള്ള വിഡ്ഢിത്തം ഇയാൾ പറഞ്ഞു കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഇയാളുടെ പാർട്ടിയിലുള്ളവരുടെ വിഡ്ഢിത്തങ്ങൾ കേട്ട് വിഡ്ഢികളായി വളരാതെ ഇരിക്കാൻ സ്വന്തം മകനെ ഇയാൾ വലിയ പണം മുടക്കി വിദേശ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു. അയാളുടെ മകൻ നല്ല വിവരവും വിവേകവും അറിവും ഉള്ളവനായി മാറണം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ പോലെ ആയി മാറരുത്. എന്നാൽ ഇന്ത്യയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒരു തരത്തിലും ഗുണം പിടിക്കരുത്. അതിനുവേണ്ടി ഏത് തരംതാണ കളികളും ഇവർ കളിക്കും. ഇന്ത്യയിലെ ജനങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. സ്വന്തം മകനെ ഉന്നത നിലവാരമുള്ള വിദേശ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ അയച്ചിട്ട് ഇന്ത്യയിലെ ഈവൻ നവോദയ പോലെയുള്ള വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളോട് ഇയാൾ പറയുന്നു, നിങ്ങൾ ഒരിക്കലും വിവേകമുള്ളവരായി മാറരുത്. ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നുള്ളത് ഇന്ത്യയുടെ 1000 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രവും ഇതിഹാസവും പാരമ്പര്യവും അറിവും വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ പഠിക്കരുത്. ഇനി മറ്റൊരു കാര്യം, നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ അറിവ് തന്നെ എന്താണ് എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് അല്ല. ബഹിരാകാശത്ത് ആദ്യം പോയ ജീവി ഫ്രൂട്ട് ഫ്ലൈകൾ ആണ് 1947. അതായത് ബഹിരാകാശത്ത് ആദ്യം പോയ ജീവനുള്ള വർഗം പ്രാണികളാണ്. അതിനുശേഷം ബഹിരാകാശത്ത് പോയ ജീവി ആൽബർട്ട് 2 എന്നു പേരുള്ള ഒരു മങ്കിയാണ്, കുരങ്ങനാണ്. ആ കുരങ്ങൻ ആ മിഷനിൽ മരിച്ചു പോവുകയും ചെയ്തു. ആദ്യമായി ബഹിരാകാശത്ത് പോകുന്ന മനുഷ്യൻ USSRന്റെ യൂറി ഗഗാറിൻ ആണ്. അതായത് റഷ്യ വിഭജിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന USSRന്റെ യൂറി ഗഗാറിൻ. അതിനുശേഷമാണ് അമേരിക്കയുടെ നീൽ ആംസ്ട്രോങ് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്നത്. ഒരു പരിധിവരെയും ആ വിദ്യാർത്ഥികൾ നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞതിൽ വലിയ തെറ്റ് പറയാനില്ല. എന്നാലും ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ മനുഷ്യൻ യൂറി ഗഗാറിൻ ആണ് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും മാനസിക വളർച്ച എത്തേണ്ട പ്രായത്തിലുള്ള ഈ കൊച്ചുകുട്ടികളോട് ഇത്തരം ഭൂലോക വിഡ്ഢിത്തം പറയുന്ന ഇയാളെപ്പോലെയുള്ളവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇയാൾ പറയുന്നതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഘികളുടെ ഗതികേട് ഓർക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് മാനസികമായി വളരണമെന്ന്, വിവേകം വയ്ക്കണമെന്ന് അല്പമെങ്കിലും ആഗ്രഹമുള്ള മന്ദഭക്തരായ സംഘികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവായി ഇതുപോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യണമെന്ന്. മോദിയെപ്പോലെയും ഇയാളെപ്പോലെയുമുള്ള ഇത്തരം ഭരണകർത്താക്കളുള്ള രാജ്യത്തെ യുവജനതയുടെ ഭാവി എന്താകുമെന്നോർത്ത് കരയാനേ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?